നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിലമ്പൂരാണ്. ഈ ചർച്ചയ്ക്ക് കാരണഭൂതനായത് ആരാണെന്നറിയാം. PV അൻവർ അല്ലാതെ മറ്റു ആരുമല്ല. എന്തായാലും ഇതിലൂടെ കോൺഗ്രസിൽ ചുളിവിൽ കയറിപ്പറ്റാമെന്ന മോഹമൊക്കെ പൊലിഞ്ഞ സങ്കടത്തിലാണ് അൻവർ UDF നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അൻവർ പറയുന്ന ആളെ മത്സരിപ്പിക്കാമെന്ന രഹസ്യ അജണ്ടയുടെ ഭാഗമായിരുന്നു MLA സ്ഥാനം അൻവർ ഒഴിഞ്ഞത്. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പുറത്ത് എന്നതുപോലെ കാര്യം കഴിഞ്ഞപ്പോൾ അൻവർ കോൺഗ്രസിന് പുറത്തുമായി. ആ അൻവറിന്റെ ലീലാവിലാസങ്ങളൊക്കെ അങ്ങനെ ഒരു വശത്ത് തകൃതിയായി നടക്കുകയാണ്. അതിലേക്ക് വരാം. എന്തായാലും CPMന് നിലമ്പൂരിൽ സ്വതന്ത്രനെ പരീക്ഷിച്ച് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു സ്വതന്ത്ര പരീക്ഷണത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരു സ്വതന്ത്രനായി പാർട്ടിയിലെത്തിയ അൻവർ ശരിക്കും പാർട്ടിയെ ഇപ്പോൾ തീർക്കാമെന്ന് കരുതി കളത്തിലിറങ്ങിയത്. ഒടുവിൽ ഒന്നുമല്ലാതെയായി. ഇപ്പോൾ അതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ LDF നീക്കമുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആണ് പരിഗണനയിൽ. ഷിനാസുമായി LDF ജില്ലാ നേതൃത്വം സംസാരിച്ചു. മത്സരിക്കുന്നതിൽ ഷിനാസിന് എതിർപ്പില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ജനകീയത കണക്കിലെടുത്താണ് ഷിനാസിനെ മത്സരിപ്പിക്കാനുള്ള CPM നീക്കം. ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമാണ് ഷിനാസ്. ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഷാനവാസിന്റെ സഹോദരൻ കൂടിയാണ് ഷിനാസ്. പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാര്യനായ സ്വതന്ത്രനെ പരിഗണിക്കാമെന്ന നിലപാടാണ് CPMനുള്ളത്. ഇന്ത്യൻ ഫുട്ബോൾ താരം U ഷറഫ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ, മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് മാത്യു എന്നിവരുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെ ഷിനാസ് ബാബുവിന്റെ പേരിലേക്ക് അന്തിമമായി എത്തുകയെന്നാണ് സൂചന. PV അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂരിൽ വിധിയെഴുതുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആത്മവിശ്വാസം. നിലമ്പൂർ വലതുപക്ഷ കോട്ടയല്ല എന്നും രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ ജനത കൂട്ടുനിൽക്കില്ല എന്നും നേരത്തെ തെളിയിച്ചതാണ്. നിലമ്പൂരിൽ സർക്കാരിന്റെ ഭരണമികവ് നേട്ടമാകുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. ചേലക്കരയിലേതുപോലെ നിലമ്പൂരിലും CPM നിലനിർത്തും. മൂന്നാം LDF സർക്കാരിനുള്ള കാഹളമാണ് നിലമ്പൂരിൽ നിന്നും ഉയരുകയെന്നാണ് ഗോവിന്ദന്റെ പറച്ചിൽ. എന്തായാലും CPMന് അടുത്ത സ്വതന്ത്രയിൽ നിന്നും പണി കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.